എടാ പ്ലസ് വൺ എങ്ങനെയുണ്ട് സാറേ? ബേസ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല സാർ. ബേസ് കുറവായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഏത് പ്ലസ് വൺ സയൻസ് എടുത്ത കുട്ടികളോടും എടാ പ്ലസ് വൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു ആൻസറാണ്, സാറേ ബേസ് കുറവായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്, ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ആൻസർ. സോ ഈ ഒരു വീഡിയോ എന്താണ്, എങ്ങനെ ഈ ബേസ് കുറവ് നികത്താം, അല്ലെ ബേസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ. അവസാനം വരെ കാണാം. ഉറപ്പായിട്ടും ഇതിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ടും പിന്നീട് അങ്ങോട്ട് ബേസ് ഇല്ലാത്ത ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, സെറ്റല്ലേ? അങ്ങനെയാണ് എന്ത് ചെയ്തോ, നമുക്ക് ഏറ്റവും ഫസ്റ്റ് എടാ എന്താണ് ഈ ബേസ് കൊണ്ട് ഉദ്ദേശിച്ചത്, നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ എന്താ ബേസ് എന്ന് ഉദ്ദേശിച്ചതെന്ന് ആലോചിച്ചാൽ. കാരണം വെച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം ഈ ബേസ് ഇല്ലായ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് എന്താണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുക. എടാ ശരിക്കും ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലസ് വൺ ഫിസിക്സ് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, അത് പഠിക്കാത്തതാണോ? അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി അത് 10ലും 9ലും 8ലും ഒക്കെ കുറച്ച് പാർട്ട് പഠിക്കുന്നത്, അത് പഠിക്കാത്തതാണോ ശരിക്കും അതല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഫിസിക്സ് എടുത്തോട്ടെ, കെമിസ്ട്രി എടുത്തോട്ടെ, ബയോളജി എടുത്തോട്ടെ, മാത്സ് എടുത്തോട്ടെ, എല്ലാ ടെക്സ്റ്റ് ബുക്കും ഫ്രം സ്ക്രാച്ച് ആണ് തുടങ്ങുന്നത്. നിങ്ങൾ ഓർത്ത് നോക്ക്. അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താ കിലോഗ്രാം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ്, എന്താണ് വെലോസിറ്റി, എന്താണ് ആവറേജ് വെലോസിറ്റി മുതലാണ് എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതും തുടക്കം മുതൽ തന്നെ 9ൽ പഠിച്ചതിൻ്റെ ഒരു ബാക്കി എന്ത് ചെയ്യുന്നില്ല, അതിൽ വരുന്നില്ല. കെമിസ്ട്രി സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എടുക്കുകയാണെങ്കിലോ സോളിഡ് എന്താ, ലിക്വിഡ് എന്താ, ഗ്യാസ് എന്താന്ന് എന്തുണ്ട് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങുന്നത്. സോ സബ്ജക്റ്റുകളിലല്ല എന്തുള്ളത് ബേസിൽ. ഇപ്പോൾ മാത്സ് ട്രിഗ്നോമെട്രി നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോ എന്നറിയില്ല. ട്രിഗ്നോമെട്രി എടുത്താൽ എന്താണ് ആംഗിള്, സൈൻ തീറ്റ എന്താ, കോസ് തീറ്റ എന്താന്നൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചതാ, അത് നിങ്ങൾ 10 പഠിച്ചതല്ലേ എന്ന രീതിയിൽ എന്ത് ചെയ്തില്ല, അവിടെ മുതലല്ല തുടങ്ങുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റുകളും ഫണ്ടമെൻ്റലി അതിൻ്റെ തുടക്കത്തിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ 9ലും 8ലും ഫിസിക്സും കെമിസ്ട്രിയും മര്യാദയ്ക്ക് പഠിക്കാത്തതല്ല നിങ്ങളുടെ പ്രശ്നം. പക്ഷെ നിങ്ങളെ പ്രശ്നം ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ മാത്സ് ആണ് നിങ്ങൾക്ക് ബേസ് എന്ന് പറഞ്ഞു പോകുന്നത്. ഇപ്പം ഉദാഹരണത്തിന് എന്താണ് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവില്ലേ, MA+B C A-C ഈസ് ഈക്വൽ ടു എന്താണ് M0 L3 എന്താ അല്ല സി അല്ലേ ടി അല്ലേ ടി അത് L3 T-2 വരും. ഇതിന്ന് എങ്ങനെ എയും A+B എയും ബിയും സിയും കണ്ടുപിടിക്കാന്നാണ് നിങ്ങൾക്ക് അറിയാത്തത്. ഇത് ഫിസിക്സ് അല്ല, ഇതെന്താണ്, ഇത് മാത്സ് ആണ്. അതായത് നിങ്ങൾ 9ാം ക്ലാസ് പഠിക്കുന്ന ലീനിയർ ഇക്വേഷനിൽ 2 വേരിയബിൾ എക്സും വൈയും വെച്ച് 2 അൺനോൺ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്ന സാധന. അതേപോലെ തന്നെ ഇതിൽ തന്നെ ഈ സെയിം ചോദ്യത്തിൽ എന്തുണ്ട്, എക്സ്പൊണൻസിന്റെ കൺസെപ്റ്റ് ഉണ്ട്. അതായത് L² × L³ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താണ് L⁻⁶ ആണ്. പക്ഷെ എന്താണ് L⁵ വരുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാത്തത് ഫിസിക്സ് അറിയാത്തതുകൊണ്ടല്ല, നിങ്ങൾ 9ലും 10ലും 8ലും ഒന്നും ഫിസിക്സ് പഠിക്കാത്തതുകൊണ്ടല്ല, പകരം എന്താണ് എക്സ്പൊണൻസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് മര്യാദയ്ക്ക് അറിയാത്തതുകൊണ്ടാണ്. കാര്യം നിങ്ങൾക്ക് എത്തില്ല. അതായത് ബേസ് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിലെയും ബേസ് അല്ല ഇവിടെ വിഷയം. ഇവിടെ നിങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് മാത്സ് ആണല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സാറ് ക്ലാസ് പറയുന്നത് മനസ്സിലാവുന്നില്ലേ, ക്ലാസ്സിൽ ചോദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുന്നില്ലേ, ഡൗട്ട് ചോദിക്കുമ്പോൾ സാർ ഇത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. പക്ഷെ എന്താണ്, ചോദ്യം ചെയ്യുമ്പോഴല്ലേ നിങ്ങൾ സ്റ്റക്ക് ആവുന്നത്, സ്വന്തമായി ചെയ്യുമ്പോഴല്ലേ. ഒരു വരി എഴുതി 2ാമത്തെ വരി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു പെർസെൻറ്റേജ്. ഇപ്പോൾ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പെർസെൻറ്റേജ് എന്നുള്ള കൺസെപ്റ്റ്, ശതമാനത്തിൻ്റെ കണക്കറിയില്ലെങ്കിൽ എന്താ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. ശതമാനം കെമിസ്ട്രി അല്ലല്ലോ, മാത്സ് അല്ലേ. അപ്പം എന്താ, ആ മാത്സ് ആണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അതായത് മക്കളെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, +1 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് 10,000 കണക്കിന് കുട്ടികളുമായിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇൻറ്ററാക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 100 കണക്കിന് ഫുൾ മാർക്കുള്ള കുട്ടികളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ +1 എത്തിയതിന് ശേഷം ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത പ്രശ്നം ഇതാണ്, എനിക്ക് ബേസ് ഇല്ല. ആൻഡ് ആ ബേസ് അവർ മാത്സിൻ്റെ ബേസാണ് അവർ സെറ്റ് ചെയ്തത്. ഇത് സെറ്റ് ചെയ്ത നിങ്ങളുടെ ഫൗണ്ടേഷൻ ഓക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് കാണാം, 1 ഷോട്ട് ചെയ്യാം, PYക്ക്, അത് സെക്കൻഡ് പാർട്ടാണ്. അതൊന്നും ചെയ്താലും കാര്യം ഉണ്ടാവില്ല. ഈ സാധനം സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായില്ലേ. അത് 1 ഷോട്ട് കണ്ട് PYക്ക് ചെയ്താലൊന്നും എന്ത് ചെയ്യില്ല, ഈ പ്രോബ്ലം സോൾവ് ചെയ്തില്ലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് +1 നല്ല മാർക്കാണ്, ഫുൾ A+, അതായത് ഫുൾ മാർക്ക് ഒന്നുമല്ല, ഫുൾ A+ ആണ് നിങ്ങളുടെ ഡ്രീം എങ്കിൽ കൂടി മാത്സ് ബേസിക്സ് നിങ്ങൾ സെറ്റ് ചെയ്യണം. ആൻഡ് അതാണ് നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വൈദ്യരെ വല്ല പരിഹാരം ഉണ്ടോ എന്നല്ലേ നിങ്ങളുടെ ചോദ്യം.
പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെന്താണ് +1 ആവശ്യമുള്ള മുഴുവൻ മാത്സ് ബേസിക്സും, അതായത് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അഡീഷണലി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അതും നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാണ്. എന്താണ് ഇപ്പോൾ പെർസെൻറ്റേജ് എന്നുള്ളൊരു ടോപ്പിക്ക് ഇവിടെ വിട്ടിട്ടില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നോക്കാൻ. ഓക്കെ, അപ്പോൾ എന്താ നെഗറ്റീവ് നമ്പേഴ്സ്, ഭിന്നസംഖ്യകൾ, ഡിവിസിബിലിറ്റി ടെസ്റ്റ്, ദശാംശം, ഡെസിമൽസ്, എക്സ് കണ്ടുപിടിക്കുന്ന എക്സ് ആൻഡ് വൈ, എക്സ്പോണൻസ്, ഓൾജിബ്ര, ഇത്രയും ടോപ്പിക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് ഇനി അടുത്തടുത്ത ദിവസങ്ങളിൽ നമ്മൾ തന്നുകൊണ്ടിരിക്കുക. ഒരു വീഡിയോ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് ചാനലിൽ വന്നു കഴിഞ്ഞു. ആൻഡ് ഇതൊക്കെ എങ്ങനെയാണ് സാറേ കാണാം? കാരണം മിക്കവാറും ഈ വീഡിയോ നിങ്ങൾ ഞാനിത് എടുത്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവുക. അതായത് കമൻറ്റിൽ ഞാനെന്ത് ചെയ്തിട്ടുണ്ട്, ഈ കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം, നിങ്ങളിത് ഫസ്റ്റ് ഡേ ആണ് കാണുന്നതെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ഈ ബേസിക് വീഡിയോ വരും. നിങ്ങളതെന്ത് ചെയ്യുക, ഓരോ ദിവസവും കണ്ടു വെക്കുക. ആൻഡ് എനിക്ക് തോന്നുന്നത് 1, 2 ഇത് രണ്ടും കൂടെ ഒറ്റൊന്നിലാണ് വരുന്നത്. 1, 2, 3, 4, 5, 6, 7 ദിവസം, ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാം, ബേസ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വീഡിയോയുടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഓരോ വീഡിയോയ്ക്ക് ശേഷവും നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ വീഡിയോയിൽ തന്നെ നമ്മൾ തരുന്നുണ്ട്. അത് നിർബന്ധമായും ചെയ്യണം. ഇപ്പോൾ ചില കുട്ടികളുടെ സാറേ എനിക്ക് ഡെസിമൽസ് ഓക്കെയാണ്, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുക, നേരെ സ്കിപ്പ് അടിക്കുക എൻഡിലേക്ക്, നിങ്ങൾ ചെയ്യാനുള്ള ചോദ്യങ്ങൾ അത് ചെയ്തിട്ട് ഉത്തരം അവിടെ തന്നെ ഉണ്ട്. ആ ഉത്തരം ഓക്കെയാണ്, നിങ്ങൾ വീഡിയോ കാണണ്ട. ഉത്തരം ഓക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വീഡിയോ കാണണം. അങ്ങനെ നിങ്ങൾ ഇനിയത്തെ ഒരാഴ്ച, ഇനി എന്നാണെങ്കിലും ഒരാഴ്ച നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ബേസ് ഇല്ല എന്നുള്ള പ്രശ്നം നിങ്ങൾക്ക് ഉറപ്പായിട്ടും തീരും. കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ലോജിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് ചെയ്തോ, ഇപ്പം തന്നെ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ നെഗറ്റീവ് നമ്പേഴ്സ് മുതൽ തന്നെ എന്ത് ചെയ്തോട്ടെ, തുടങ്ങിക്കോട്ടെ. അടിപൊളിയായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമേ +1 ഏറ്റവും വലിയ പ്രശ്നത്തിനുള്ള പരിഹാരമുള്ളൂ. വേഗം തുടങ്ങട്ടെ, ലിങ്ക് ക്ലിക്ക് ചെയ്യട്ടെ, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യട്ടെ.